ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്ലോട്ടെ. ഇപ്പോൾ ഞാനുള്ളത് മാളവിക റെസ്റ്റോറൻറ്റിലാണ്. ഞാനാണെങ്കിൽ തൃശ്ശൂർ ടു കോയമ്പത്തൂർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് കാണുന്നത്. നല്ല ഉച്ച സമയമായിരുന്നു, അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു, മാളവിക റെസ്റ്റോറൻറ്റ് എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ റെസ്റ്റോറൻറ്റൊന്നും കണ്ടില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതിനുള്ളിലേക്ക് ഒരു വഴി പോലെ ഉണ്ടാക്കിയിട്ട് ആ വഴി കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് റെസ്റ്റോറൻറ്റിൽ എത്തുന്നതെന്നാണ്. ഇതിനുള്ളിലായതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് മുഴുവൻ നമുക്ക് നടന്ന് ചുറ്റി കാണാനൊക്കെ പറ്റും. ബാക്ക് വരെ നമുക്ക് പോയിട്ട് വരാനൊക്കെ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, മാളവിക റെസ്റ്റോറൻറ്റ് എന്ന്. പിന്നെ പുറത്താണ് വണ്ടികളുടെ പാർക്കിങ്. ഇപ്പോൾ നല്ല വിശപ്പുള്ള സമയമായിരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇവിടെ നല്ല ടൈപ്പ് ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ചൂൽ കസേരകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ബെഞ്ചുണ്ട്. ഇതൊക്കെ ആ ബിൽ കൗണ്ടറിൻ്റെ പുറത്തായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ വെയിറ്റിംഗ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്പേസ് ഒഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് അകത്ത് പോയിട്ടൊക്കെ തിരക്കുള്ള സമയത്ത് നമുക്ക് അകത്ത് പോയിട്ട് തിന്നുകയും ചെയ്യാം. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഇതാണ് എൻ്റെ ബോർഡ്. ഇപ്പം ഞാൻ എൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഇത് ഫുള്ളായിട്ട് ചുറ്റി കാണാമെന്ന്. ഇപ്പം നമുക്ക് സൈഡിൽ കൂടെയൊക്കെ പോകാനൊക്കെ കഴിയും. പിന്നെ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് പാലക്കാടാണ്. ഞാൻ തൃശ്ശൂർ ടു കോയമ്പത്തൂർ വരുന്ന വഴിക്ക് പാലക്കാട് വഴിയാണ് പോയത്. അപ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഇതൊന്ന് സൈഡിൽ കൂടെ. ഇത് വന്നിട്ട് KSRTC ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ എയർ ഹോൾസും വിൻഡോസും നിറച്ച് കാണാൻ പറ്റും. ഇതൊക്കെ വെന്റിലേഷന് സഹായിക്കും. പിന്നെ ഇത് തട്ടിട്ട വീടായതുകൊണ്ട് നന്നായിട്ട് നല്ല വെന്റിലേഷനും കിട്ടും, ഉള്ളിൽ നല്ല കോൾഡുമാണ്. അതുമാത്രമല്ല, ഇത് വീടായിരുന്നു പണ്ട്, പിന്നെ അത് റെസ്റ്റോറൻ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു വിൻറ്റേജ് ഹൗസാണ്, അതാണിപ്പോൾ റെസ്റ്റോറൻ്റായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റെപ്പ് കാണാൻ പറ്റും. ആ സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത്. നമുക്ക് മെയിൻ ഡോറും ഉണ്ട്. മെയിൻ ഡോറിൽ കൂടെ നമ്മൾ കൗണ്ടർ വഴിയാണ് കിടക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഫുഡിങ് സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബാക്കിലേക്കൊക്കെ ഒരു വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിലത്തൊക്കെ കുറേ പുല്ലുണ്ട്. ആ പുല്ലിന് നടുക്കൂടെ കുറച്ച് വെട്ടിയിട്ടാണ് ഒരു വേ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഞാൻ ബാക്കിൽ പോയപ്പോൾ നിങ്ങൾക്ക് ഒരു റെഡ് കളർ ഒരു ഹൗസ് പോലെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ഇപ്പം നമ്മൾ അകത്ത് കിടക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു സിങ്ക് ഉണ്ട്, അവിടെ നമുക്ക് കൈ കഴുകാനൊക്കെ പറ്റും. ഇവിടെയാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഇവിടെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാണാനായിട്ട് ഒരു നാലുകെട്ടിനകത്ത് കുറേ ഫിഷുകളൊക്കെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ കൂടെ പോകുന്നൊരു വഴി കാണാൻ പറ്റും. ആ വഴി കൂടെ നമുക്ക് ഇവിടുത്തെ കിച്ചൺ കാണാൻ പറ്റും. കിച്ചൺ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് അകത്ത് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ പറ്റും. നല്ല നീറ്റ് ഫുഡാണ്. പിന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, പാലക്കാട് കേരളമായിട്ട് മിക്സ് ആയിട്ടുള്ള പോലെ. പിന്നെ ഇവിടെ കുറേ ചെടികളും നട്ടു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല പ്യുവർ എയറാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ്. ഇപ്പം നിങ്ങളൊരു ചേട്ടനെ കണ്ടു, ആ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയൊരു ചേട്ടനാണ്. ഇപ്പം ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ രാത്രിയിൽ കാണാൻ അടിപൊളിയാണ്. അത് മാത്രമല്ല, ഈ വെള്ളം പോലത്തെ സ്ഥലത്തിൻ്റെ മുകളിലായിട്ടൊരു ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റിൽ കൂടെ കുറച്ച് സൺലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. അതും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ മഴക്കാലത്തൊക്കെ വന്നാൽ നല്ല സൂപ്പറായിരിക്കും. ആ മഴക്കാലത്തെ വെള്ളം ഈ സ്വിമ്മിംഗ് പൂൾ പോലത്തെ സെറ്റപ്പിലേക്ക് വരുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലവും ഉണ്ട്. അതായത് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ പോലത്തെ സെറ്റപ്പിൻ്റെ സൈഡിലായിട്ട് ഒരുമാതിരി കയറുമായിട്ടുള്ളൊരു സീറ്റ് ഉണ്ട്, അവിടെ നമുക്ക് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സൂപ്പറായിട്ടുള്ള ആംബിയൻസ്. ഇതിന് ചുറ്റിനും തിന്നാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിറച്ച് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതുമാത്രമല്ല, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഗുഡ് ബൈ.